അസ്സലാമു അലൈക്കും. ഇവിടെ ഈ അശ്ലീല ചേച്ചി എന്നറിയപ്പെടുന്ന ജാമിദ ടീച്ചർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പത്നിയായിട്ടുള്ള വിശ്വാസികളുടെ മാതാവായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് പറയുകയാണ്, ആ വിവാഹത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് ചില ആളുകൾക്ക് സെക്കൻഡ് ഹാൻഡ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഈ സ്ത്രീയെ വിവാഹം കഴിച്ചത്. നഊദു ബില്ലാഹ്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വിശ്വാസിയുടെ മനസ്സിന്റെ അവരുടെ ബ്ലഡ് പതക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ഇത്. ഇതൊന്ന് കേട്ടു നോക്കുക. പിന്നെ ഇവര് പറയാറുണ്ട് 40 വയസ്സുള്ള ഖദീജയാണ് മുഹമ്മദ് നബി ആദ്യമായിട്ട് 25 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും മുഹമ്മദ് നബി അങ്ങനെ ചെയ്യില്ലാന്ന് നമുക്കറിയാം. പിന്നെ ചില ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കേട്ടല്ലോ പറഞ്ഞത്. വാസ്തവത്തിൽ ഈ അഭിസാരിക ധാർമ്മിക രോഷം മുതിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു അഭിസാരികയാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം തെളിയിപ്പിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് അഭിസാരിക ആവുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ അഭിസാരിക അവൾ സ്വന്തം സെക്കൻഡ് ഹാൻഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതും സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പായിട്ട് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21ാമത്തെ വയസ്സിൽ ഈ സ്ത്രീയെ ഒരു ഓട്ടോ ഡ്രൈവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു തിരുവനന്തപുരത്ത്. അങ്ങനെ ഇവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. 2 കുട്ടികളുണ്ട്. ആ സമയത്ത് ഇവർക്ക് കാമവേറി മൂത്തതിന് ശേഷം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബവും കുട്ടികളൊക്കെ ഇട്ടുകൊണ്ട് കുടുംബവും നാട്ടുകാരെയും വീട്ടുകാരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ 2 കുട്ടികളെയും എടുത്തുകൊണ്ട് പോയി. ഇതാണ് എപ്പോഴും ഇവര് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഉപേക്ഷിച്ച് നാടും വീടും വീട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് 2 കുരുന്നുകളുമായിട്ട് ഞാൻ നാട് വിട്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ. ആരാണ് ഈ കുടുംബം ഉപേക്ഷിച്ചത്? നാട് വിട്ടുപോയി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയി. ആരടുത്ത് പോയിരിക്കുന്നത്? ഈ സ്ത്രീയുടെ സഹോദരിയുടെ അടുത്താണ് പോയിരിക്കുന്നത്. സഹോദരിയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്നു. അപ്പോൾ സ്വന്തക്കാരുടെ അടുത്തല്ലേ പോയിരിക്കുന്നത്? അപ്പൊ ഇവരുടെ ബന്ധക്കാരുടെ അടുത്തല്ലേ പോയിരിക്കുന്നത്? എന്നിട്ട് പിന്നെ എന്തിനാ സോഷ്യൽ മീഡിയയിൽ കളവ് പറയുന്നത്? അവിടെ പോയി നിന്നതിന് ശേഷം അവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ഈ സ്ക്രാപ്പുമായിട്ട് ഈ കിളവനുമായിട്ട് 77 വയസ്സുള്ള ഈ കിളവനുമായിട്ട് ജാമ്യയുടെ ബന്ധം ഉണ്ടായി. അവിടെ ഇദ്ദേഹം യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റാണ്. തന്നെയുമല്ല, ഇദ്ദേഹം യുക്തിവാദി സംഘത്തിന്റെ അല്ല, ഖുർആൻ ഓർ സുന്നത്ത് എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ പ്രസിഡന്റാണ് ഇയാൾ. ഈ ഖുർആൻ ഓർ സുന്നത്ത് എന്ന് പറയുന്നത് ചേകന്നൂർ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ ഇവരുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം ജാമിദായുമായിട്ട് വളരെയധികം അടുപ്പത്തിലാവുകയും ജാമിദായുമായി ഇദ്ദേഹത്തിന് പ്രണയമുണ്ടാവുകയും ജാമിദാക്ക് തിരിച്ച് ഇയാളുമായിട്ട് പ്രണയം മൂക്കുകയും ചെയ്തു. അങ്ങനെ 2 പേരും കമിതാക്കളായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ ജാമിദായെ ഇദ്ദേഹം ഈ ഖുർആൻ ഓർ സുന്നത്തിന്റെ ജനറൽ സെക്രട്ടറി ആക്കുകയും ചെയ്തു. എന്നിട്ട് ഇദ്ദേഹത്തിനൊരു സ്വന്തം വീടുണ്ട്. ആ വീടിന്റെ അഡ്രസ്സാണിത്. കാപ്പാട്, ചേമഞ്ചേരി, കാലിക്കറ്റ്, പിൻ നമ്പർ 673304. ഇത് ഇദ്ദേഹത്തിന്റെ സ്വന്തം വീടാണ്. ഇവിടെ ജാമിദയും ഇദ്ദേഹവും ഒരുമിച്ച് താമസിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് 10 വർഷമായി, ക്യാൻസറായിട്ടാണ് മരിച്ചത്. അങ്ങനെ ഇവർ 2 പേരും കമിതാക്കൾ ഈ ബിൽഡിങ്ങിനകത്ത് ഒരുമിച്ച് താമസിക്കുകയുണ്ടായി. ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീട് ജാമിദയുടെ പേരിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ജാമിദ ഇദ്ദേഹത്തെ വശീകരിച്ചുകൊണ്ട് ഈ വീട് നേടിയെടുക്കാനുള്ള എല്ലാവിധ പരിപാടികളും ആരംഭിച്ചപ്പോൾ ഈ വിഷയം ഈ അബ്ദുൽ അലിയുടെ മകൾ അറിയുകയും മകൾ ഇവിടെ വന്നിട്ട് പിടിച്ച പിടുത്തത്തിൽ മകൾ എന്ത് ചെയ്തെന്നറിയാമോ? ഈ വീട് അവളുടെ ഭർത്താവിന്റെ പേരിൽ, അതായത് അബ്ദുൽ അലിയുടെ മകളുടെ ഭർത്താവിന്റെ പേരിൽ, മരുമകന്റെ പേരിലേക്ക് വിറ്റതായിട്ട് രജിസ്റ്റർ ചെയ്യാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 1 കോടി രൂപയുടെ സ്വത്ത് വിൽക്കുമ്പോൾ 10 ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സ്വത്ത് മകൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറ ആയിരങ്ങളുടെ ചെലവ് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ചെയ്യാതെ ഇതിനെ മരുമകന് വിറ്റതായിട്ട് രജിസ്റ്റർ ചെയ്തു. എന്തിനാണ്? നാളെ ജാമിദയെ വിവാഹം കഴിക്കുമ്പോൾ ജാമിദ സ്വത്തവകാശം ചോദിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പ്രവൃത്തി ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അയാൾ പറയുന്നത് ഞാൻ മരുമകന് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് അയാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു സ്വത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ജാമിദ ഇതിന്റെ അവകാശി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റിയതാണ്. അങ്ങനെ കോടികളുടെ വിലയുള്ള ഈ വീട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ജാമിദക്ക് വളരെ പ്രയാസമുണ്ടായി. അബ്ദുൽ അലിക്കും പ്രയാസമുണ്ടായി. അബ്ദുലയുടെ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമിദ തന്നെ വിട്ടുകൊണ്ട് പോകുമോ എന്നൊരു പേടി അബ്ദുൽ അലിക്കും ഉണ്ടായി. കാരണം അത്രയ്ക്കധികം ഇവർ 2 പേരും കൂടി പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള, ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവർ അഭിസാരിക്കുകയാണെന്ന് പറയാനായിട്ട് കാരണം. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇദ്ദേഹം ജാമിദയുമായിട്ടുള്ള വിവാഹത്തിന് സ്പെഷ്യൽ ആക്ട് മാരേജിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയുണ്ടായി. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ അബ്ദുൽ അലി എന്ന് പറയുന്ന വ്യക്തിയും ജാമിദ ബീവി എന്ന് പറയുന്ന വ്യക്തിയും 25/4/2018 11/7/2018
2018 2 അപേക്ഷകൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് രണ്ടുപേരും വിവാഹിതരാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് 2 അപേക്ഷകൾ സമർപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് വിവരാവകാശം മുഖേന നേടിയെടുത്തിട്ടുള്ള ഒരു രേഖയാണ്. ഇതിൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് ഓഫീസറുടെ പേരാണ് വിലാസിനി, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ രജിസ്ട്രാർ ജനറൽ കോഴിക്കോട്. അവരാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 2 അപേക്ഷകൾ സമർപ്പിച്ചത്? ആദ്യം കൊടുത്തിട്ടുള്ള അപേക്ഷ കോഴിക്കോട് അഡ്രസ്സിൽ കൊടുക്കുകയും അതിലെന്തോ ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ മാറ്റി വേറൊരു അപേക്ഷ കൊടുത്തു തിരുവനന്തപുരത്തെ അഡ്രസ്സിൽ. ആദ്യം കൊടുത്തത് കോഴിക്കോടത്തെ അഡ്രസ്സിൽ, അത് കഴിഞ്ഞ് രണ്ടാമത് കൊടുത്തിട്ടുള്ള തിരുവനന്തപുരത്തിലെ അഡ്രസ്സിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ഈ 2 തരത്തിലുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്? 2 അഡ്രസ്സിൽ കൊടുത്ത് പിന്നെ തന്നെയുമല്ല, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഈ അപേക്ഷയിൽ? ഒരു അപേക്ഷയിൽ 33 വയസ്സ് ജാമിദാക്ക്, വേറൊരു അപേക്ഷയിൽ 35 വയസ്സ്. ഇങ്ങനെ സർക്കാരിനെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് എത്രയും എളുപ്പത്തിൽ വിവാഹം കഴിഞ്ഞ് കിട്ടണം എന്ന ഒരു അപേക്ഷയാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എത്രയും എളുപ്പത്തിൽ വിവാഹം നടന്നു കിട്ടണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുകയുണ്ടായി. വിഷയം ഈ അബ്ദുൽ അലിയുടെ മകൾ അറിയുകയും അബ്ദുൽ അലിയുടെ മകൾ വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ അഭിസാരികയുടെ കൂടെ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞോളൂ, പക്ഷേ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം, ഈ അഭിസാരികക്ക് നിങ്ങൾ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോ പോയിസൺ തന്നിട്ട്, പാലിൽ വിഷം തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവർ കൊന്നുകളയും. എന്തിനാണ്? അവർക്ക് വിധവാ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അബ്ദുൽ അലി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, വലിയൊരു തുക പെൻഷനായിട്ട് വരും. അത് അബ്ദുൽ അലിയുടെ വാക്കിൽ തന്നെ കേൾക്കുക. അബ്ദുൽ അലിയും പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വിധവാ പെൻഷൻ ജാമിദാക്ക് കിട്ടിക്കോട്ടെ, എന്റെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ആദ്യം കേൾക്കുക. അത് വിവാഹം നടന്നിട്ടില്ല. ഇല്ല അത് പിന്നെ എന്റെ പെൻഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക് എന്നുള്ള ഒരു ആലോചനയില് എങ്ങനെ പെൻഷൻ നിർദ്ദേശം മാത്രം. അതിപ്പോ ഞാനിനി പ്രായമായ ആളാണല്ലോ. ഓക്കെ. 77 വയസ്സായി. അപ്പൊ ഇനി പെൻഷൻ, ഫാമിലി പെൻഷനായിട്ട് കിട്ടാൻ ഒരാളുണ്ടാകുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ഭാര്യ മരിച്ചിട്ട് 10 കൊല്ലമായി. അപ്പൊ ഒരാൾക്ക് പെൻഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആലോചന വന്നിരുന്നു. കേട്ടല്ലോ ഇദ്ദേഹം പറഞ്ഞത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ജാമിദ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ച് ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ വിധവാ പെൻഷൻ നേടിയെടുത്ത് സുഖമായിട്ട് കഴിഞ്ഞുകൂടാം എന്നൊരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. ഈ അബ്ദുൽ അലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർ തിരുവനന്തപുരം വിട്ട് വന്നതിന് ശേഷം കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോൾ ജാമിദായനെ കൊണ്ട് പണമുണ്ടാക്കിയിട്ടുള്ള ആളാണ് ഈ അബ്ദുൽ അലി. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജാമിദായെ കൊണ്ടുപോയിട്ട് ഓരോരോ TV ഷോ നടത്തുകയും അതേപോലെ തന്നെ ഇവരുടെ ജമാഅത്തായിട്ട് ജുമാ നമസ്കാരം ആദ്യമായിട്ട് നമസ്കരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതിന്റെ പിന്നിലുള്ള ബ്രെയിൻ ഈ അബ്ദുൽ അലിയാണ്. അബ്ദുൽ അലി പിന്നിൽ നിന്നുകൊണ്ട് ജാമിദായെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വക തരികളൊക്കെ കാണിച്ചുകൊണ്ട് ജാമിദാക്ക് പ്രശസ്തി ഉണ്ടാക്കുകയും പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ദല്ലാൽ കൂടിയാണ് ഇദ്ദേഹം. ഈ മനുഷ്യൻ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ മാരേജ് പരിപാടികൾ ഇതോടുകൂടി അവിടെ അവസാനിക്കുകയും അങ്ങനെ ഇതിൽ നിന്ന് അവർ പിന്തിരിയുകയും ചെയ്തു. എന്നിട്ട് അബ്ദുൽ അലി എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞത്? അത് കേൾക്കുക. ഇദ്ദേഹം പറയുന്നത് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ അവർ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ അവരെ കൊണ്ട് കെട്ടിപ്പിച്ചു. അതും കേൾക്കുക. അപ്പൊ അതിലിടയ്ക്ക് അവർക്ക് പറ്റിയ ഭർത്താവിന് വേറെ നമുക്ക് ശരിയായി കിട്ടി. അപ്പൊ അതോടുകൂടി ഞാൻ തന്നെ പറഞ്ഞു അവരോട് വേണ്ട. അവരതിന് ശേഷം വിവാഹം കഴിച്ചതാ. പിന്നെ ആദ്യം വിവാഹം കഴിച്ചിരുന്നു. അത് കോഴിക്കോട് ഡൈവോഴ്സ് ചെയ്തു. കേട്ടല്ലോ മിസ്റ്റർ അബ്ദുൽ അലി പറഞ്ഞു. ഇദ്ദേഹത്തിന് ഇവർക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അബ്ദുൽ അലി തൽക്കാലം വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പാഞ്ചാലിയിൽ നിന്ന് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ അന്ന് 5 പേർ കൂടിയിട്ട് ഒരു ഭാര്യ ഉണ്ടെന്ന് കേട്ടിട്ടില്ല. ഇപ്പൊ ഇവർ 2 അലിയാണ് ഈ സ്ത്രീ. ഇവർക്ക് ഒന്ന് ഇപ്പോഴത്തെ അബ്ദുൽ അലി ഉണ്ട്, പഴയ കമിതാവ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കക്ഷിയുണ്ട്. ആ കക്ഷിനെ ഇതുവരെ ഒരു സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാളുണ്ടോ അത് തന്നെ അറിയൊന്നുമില്ല. എന്തായാലും ശരി, ഇപ്പൊ 2 അലിയായിട്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല നമ്മുടെ ഈ യുക്തിവാദികൾക്കൊക്കെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ മനുപ്രസാദ് പറയുന്നത്? നിങ്ങൾ ലൈംഗിക ദാഹമുണ്ടല്ലോ, അതിനെ അടക്കി വെക്കരുത്, പറയണം, നിങ്ങളത് ആവശ്യപ്പെടണം. അത് നമ്മൾ ചോറും കഞ്ഞിയൊക്കെ കഴിക്കുന്ന പോലെ നമ്മുടെ ആഗ്രഹമാണ്. അപ്പൊ അതിന് നമ്മൾ നിവർത്തിക്കണം. അപ്പൊ അങ്ങനെ വല്ല ആഗ്രഹമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ അബ്ദുൽ അലിനെയും അതേപോലെ ഇതിന്റെ ഭർത്താവിനൊക്കെ ബന്ധപ്പെടാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നീങ്ങി കിട്ടുകയും ചെയ്യും. മനസ്സിലായിട്ടല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഞാനീ പറയുന്നത് ചിലപ്പോൾ വളരെ മോശമായിട്ടും അല്ലെങ്കിൽ അധാർമികമായിട്ടൊക്കെ തോന്നാം. പക്ഷെ ഇതൊരു സത്യമായിട്ടുള്ള വിഷയമാണ്. എന്തിനാണ് ഞാൻ ഈ സത്യം അവതരിപ്പിച്ചത് നിങ്ങൾക്കറിയാമോ? നമ്മളെ മലയാളികളോട് ഞാൻ പറയുകയാണ്, കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ് നമ്മളൊക്കെ കോട്ട് ചെയ്യാറുണ്ടല്ലോ. കോട്ട് ചെയ്തിട്ട് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ അതിന്റെ ആഘാതതയിലേക്ക്, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മൾ ആരും പോയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് യുക്തിവാദികളിൽ ആരും തന്നെ
TV ഷോകളിൽ പോയിരുന്നുകൊണ്ട് ഈ ഇസ്ലാമിനെ കൈവൊട്ടിച്ചിരിച്ച് കളിയാക്കുന്ന ഒരു പ്രവണത ആരും തന്നെ ചെയ്തിട്ടില്ല, ഈ സ്ത്രീ ഒഴികെ. കാരണം ഈ സ്ത്രീയുടെ ഒരുപാട് ഒരു അന്തിക്കാടുകാരന് ഒരു ഇന്റർവ്യൂ നടത്തിയതുണ്ടല്ലോ, മണിക്കൂർ കണക്കിന് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഞാനിത് കണ്ടിട്ടില്ല, തുടക്കത്തിൽ ഞാൻ കണ്ടു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, അള്ള പറയുന്നു 9-ാമത്തെ സൂറത്തിലെ 5-ാമത്തെ വാചകത്തില് യുദ്ധം നിങ്ങൾ കാഫിര്യങ്ങളെ കഴുത്തു വെട്ടിക്കളയുക എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട്. എന്നിട്ട് ഈ സ്ത്രീ തന്നെ പറയുന്നത് ഇത് യുദ്ധസമയത്തുള്ളതാണ് എന്നാണ് ഇസ്ലാമിന്റെ ഇന്റർപ്രിട്ടേഷൻ. അത് കഴിഞ്ഞിട്ട് അള്ള പറയുന്നുണ്ട് അള്ളാഹ് ഗഫൂർ റഹീം, അള്ള വളരെയധികം കരുണാനിധിയാണെന്നിട്ട് എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുക. ആദ്യം കഴുത്ത് വെട്ടുക, എന്നിട്ട് പിന്നെ അള്ള പറയുന്നത് അള്ള കരുണാനിധിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി കൈവൊട്ടിച്ചിരിക്കുക. എന്നാൽ ഇതിന്റെ ഇടയിലൊരു വാക്കുണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യുദ്ധസമയത്ത് യുദ്ധ പോർക്കളത്തിലുള്ളതല്ല. 4 മാസം നിങ്ങൾ അവരുമായിട്ടുള്ള സമയം കൊടുക്കുക. 4 മാസത്തേക്ക് ഇതിന്റെ ശരിയായ സംഭവം 10 വർഷത്തേക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നൊരു കരാറുണ്ടാക്കി നോൺ മുസ്ലിംസും മുസ്ലിംസും തമ്മിൽ ഹുദൈബിയ സന്ധി. ഓക്കെ, അങ്ങനെ ഇവർ ആ സന്ധിനെ അവർ ഫോളോ ചെയ്തില്ല, സന്ധിക്ക് എതിരെ പ്രവർത്തിച്ചു. അപ്പോഴാണ് പ്രവാചകനോട് അള്ള പറഞ്ഞത് അവർക്കൊരു 4 മാസം സമയം കൊടുത്തു. അവർ ഈ 10 വർഷം നമ്മൾ യുദ്ധം ചെയ്യേണ്ട എന്ന കരാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഫൈൻ. ഈ 4 മാസം കഴിഞ്ഞിട്ടും അവർ നിങ്ങളെ ആളുകളെ കൊല്ലുന്ന പ്രക്രിയയിലാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ യുദ്ധം ഡിക്ലെയർ ചെയ്യുക. യുദ്ധം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ എവിടെ വെച്ച് കണ്ടാലും കൊന്നോ, യുദ്ധക്കളൊന്നും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സംഭവം. അപ്പൊ ആ സംഭവത്തിനെ ഇവള് തലതിരിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെ കൊല്ലാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് ഗഫൂർ റഹീമാണെന്ന് അവസാനം പറയുന്നു. അതിന്റെ നടുക്കുരായത്തുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കുള്ള ഭാഗം അങ്ങനെ അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് എങ്കിൽ അവരെ വഴിക്ക് വിട്ടേക്കുക. അള്ളാഹ് ഗഫൂർ റഹീം അതാണ് പറയുന്നത്. ആദ്യം കൊല്ലാൻ പറയുന്നുണ്ട്, കൊല്ലാൻ പറഞ്ഞതിന്റെ പശ്ചാത്തലം ഇതാണ്. എന്നിട്ട് അതിന്റെ നടുക്കുള്ള ആയത്തുണ്ട്, അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക, എന്നിട്ട് ഗഫൂർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കുന്നത്, നടുക്കുള്ളത് പറയാണ്ട് അള്ള പെരടി വെട്ടാൻ പറഞ്ഞു, എന്നിട്ട് ഗഫൂർ റഹീമാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടെ കൈകൊട്ടിച്ചിരിക്കുക. ഈ കൈകൊട്ടിച്ചിരിക്കണ കൈകളുണ്ടല്ലോ, നിങ്ങൾ നെഞ്ചത്തടിച്ച് കരയേണ്ട ഒരു അവസരത്തിലേക്കാണ് ഈ സ്ത്രീ നിങ്ങൾ കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഈ വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള കേരളം ഭ്രാന്താലയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ കൈവൊട്ടിച്ചിരിച്ചത് ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ ബ്ലഡ് പതപ്പിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങളിൽ തന്നെ മതഭ്രാന്തന്മാരും മതവെറിയന്മാരും ധാരാളമുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത എല്ലാ മതത്തിലും ഉണ്ട്, മുസ്ലിമിന് തന്നെയല്ല. അവരെ ബ്ലഡ് ഇങ്ങനെ പതപ്പിച്ച് ബാംഗ്ലൂർ ഉണ്ടായിട്ടുള്ള പോലൊരു കലാപം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സ്കൂൾ ബസ് അതിനുള്ളിൽ വെച്ചിട്ട് കത്തിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ നെഞ്ചത്തടിച്ച് ഈ കൈവൊട്ടിച്ചിരിച്ച കൈകൾ നിങ്ങൾ നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഒരു 100-ഓ 300-ഓ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യും, 10 പേരെ തൂക്കിലേറ്റു, 100 പേരെ ജീവപര്യന്തം ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ കുട്ടികളെ തിരിച്ചു കിട്ടുമോ? അപ്പൊ അതിലേക്കുള്ള വഴി ഒരുക്കുന്ന വൃത്തികെട്ട ഈ സ്ത്രീയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ബാക്കി ഏത് യുക്തിവാദികളും ഇതേപോലെ വൃത്തികേടുകൾ പറഞ്ഞിട്ട് കൈവൊട്ടിച്ചിരിച്ചിട്ട് മനുഷ്യന്മാരെ കളിയാക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് എന്റെ വീഡിയോയുടെ സന്ദേശം. അസ്സലാമു അലൈക്കും.